ഹായ് ഗുഡ് മോർണിംഗ്. ഓക്കെ, ആരെങ്കിലും ജോയിൻ ആവുന്നുണ്ടോ? എല്ലാവരോടും ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നൊരു ലൈവ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ അതിനു മുന്നേ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ഐശ്വര്യ. ഞാൻ ഏകദേശം ഒരു 7 years ആയിട്ട് ഒരു വെൽനസ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ജസ്റ്റ് ഒന്ന് രണ്ട് പേരൊക്കെ ലൈവില് വന്നിട്ടുണ്ട്. അലക്സ് പള്ളി അല്ലേ? ഓക്കെ, ഹായ്. സാലി ജെയിംസ്, ഹായ്. ഓക്കെ, അപ്പൊ ഇതിൽ ജോയിൻ ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ എവിടെയാ സ്ഥലം എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. റംഷീദ് അടിവാരം, ഓക്കെ, അടിവാരം ആണ് സ്ഥലം റംഷീദിൻ്റെത്. ഞാൻ സ്ഥലം പാലാഴിയാണ്. ഓക്കെ, ഇതിൽ പതുക്കെ ആളുകൾ ജോയിൻ ആയിക്കോട്ടെ. ഞങ്ങൾ ഏകദേശം ഈ ഒരു ഫീൽഡിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു 7 years ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വെൽനസ് കോച്ചസ് ആണ്. പാലാഴി അതേപോലെ കൊയിലാണ്ടി ബേസ് ചെയ്തിട്ടാണ് ഞങ്ങളെ സെന്റർ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ ഹെൽത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈവ് സെഷൻ ആയിരിക്കും ഇത്. വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ഹെൽത്ത് ടിപ്പ് പറഞ്ഞു തരാം. ഓരോ ദിവസവും ഒരു ടിപ്പ് എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാണ് ഇന്നൊരു സെഷൻ നമ്മൾ ജോയിൻ ആയിട്ടുള്ളത്. ഓക്കെ, സുജിത് സുരേഷ് സുജി, ഓക്കെ. അപ്പൊ പതുക്കെ ജോയിൻ ആയിട്ടുള്ള ആളുകൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് നിങ്ങളുടെ വർക്ക് കാര്യങ്ങളിലൊക്കെ മുഴുകിയിരിക്കുകയാണെന്ന് അറിയാം. അതിന്റെ ഇടയിൽ നമ്മൾ ഈ ഒരു ലൈവ് സെഷൻ നിങ്ങൾ ജോയിൻ ആയിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. എനിക്ക് പറയാനുള്ളത്, നമ്മൾ നോർമലി നമ്മളെ ബോഡിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ്. അത് ഭക്ഷണം കഴിച്ച് മാത്രമാണ് നമ്മളെ ബോഡി നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക എന്ന് മാത്രം വിചാരിച്ച് നിൽക്കുന്ന ആളുകളാണ് മെജോറിറ്റി ഉള്ളത്. പക്ഷെ എന്ത് ഭക്ഷണം എന്നുള്ളത് പല ആളുകൾക്കും വലിയ ഐഡിയാസ് കാര്യങ്ങളും ഇല്ല. ഇതാണ് സത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം ആവശ്യത്തിന് മാത്രം, അതായത് അളവിൽ കൂടുതൽ എടുക്കാതെ നമ്മളെ ബോഡിക്ക് എന്താണോ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് അത് മാത്രം നമ്മൾ ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബോഡി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടിട്ട് പറ്റും. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം നമ്മൾ അധികം ഫോക്കസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇതുവരെ ഞാൻ എന്റെ ഭക്ഷണത്തിനെ കുറിച്ചിട്ടൊന്നും ഓവർ ഫോക്കസ് ചെയ്തിട്ടില്ല. ഇനി ഞാൻ എന്റെ ഭക്ഷണ രീതി നല്ല രീതിയിൽ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഇന്നു മുതൽ നല്ലൊരു സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി റെഡിയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ ദിവസം ഓരോന്ന് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ ഭക്ഷണത്തിന്റെ നോർമലി നമുക്കറിയാം അല്ലെ, എന്തൊക്കെ കഴിക്കണം, ചിലത് കഴിക്കരുത്, ചിലത് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ചിലത് കഴിക്കണം എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ വെള്ളം എത്രത്തോളം കുടിക്കുന്നുണ്ട്. നമ്മളെ ആരോഗ്യത്തിന്, അതായത് നമ്മളെ ബോഡിക്ക് 60 to 70% വാട്ടർ കൊണ്ട് മെയ്ഡ് ചെയ്തതാണ് നമ്മളെ ബോഡി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് നമ്മൾ വെള്ളം കുടിക്കേണ്ട ഒരു പ്രാധാന്യം എന്താണ്. അധിക ആളുകൾ നമ്മളെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഞാനിവിടെ സംസാരിക്കുമ്പോൾ ഭക്ഷണമൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് വെള്ളം കുടിക്കാനൊന്നും പറ്റുന്നില്ല എന്നാണ് മെജോറിറ്റി ആളുകൾ പറയാറുള്ളത്. അപ്പൊ ഭക്ഷണം കഴിക്കുന്നു പക്ഷെ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാനിവിടെ ഒന്നുകിൽ ടീ ആയിട്ടോ അല്ലെങ്കിൽ കോഫി ആയിട്ടോ കുടിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. എനിക്ക് അതാണ് കംഫേർട്ട് എന്ന് പറയുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് ലേഡീസ്. ജെന്റ്സിനെ അല്ല കേട്ടോ, ജെന്റ്സ് ഭൂരിഭാഗവും വെള്ളം കുടിക്കുന്ന ആളുകളാണ്. പക്ഷെ ലേഡീസിനെ വെച്ച് നോക്കുവാണെങ്കിൽ വെള്ളം കുടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന ജെന്റ്സ്, നിങ്ങളെ ആരാണെങ്കിലും ജസ്റ്റ് ഈ ഒരു
ടിപ്പ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വെള്ളം കുടിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമ്മളെ ബോഡിക്ക് വെള്ളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് എന്തൊക്കെയാണോ നമുക്ക് നോക്കിയാലോ. നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ന്യൂട്രിയൻസിനെ ബോഡിയിൽ എത്തിക്കുക എന്നുള്ളത് വെള്ളം ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള ഒരു പങ്കാണ്. അപ്പോ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, പ്രോപ്പർ വെള്ളം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡിയിൽ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടക്കൂല. പിന്നെ അത് മാത്രമല്ല, വേസ്റ്റിനെ പുറന്തള്ളുന്ന രീതി, നമ്മളെ ബോഡിയിൽ കെട്ടിക്കിടക്കുന്ന വേസ്റ്റിനെ പുറന്തള്ളുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്തും മോഷൻ പോകുന്ന സമയത്തും ഒക്കെ ബോഡിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ നമ്മളെ ബോഡി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മളെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്ലെൻസിങ് നടക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വയറ് നല്ല ഹെൽത്തി ആവണം എന്നുണ്ടെങ്കിൽ, നമ്മൾ കഴിക്കുന്ന ഫുഡിലെ വേസ്റ്റുകൾ കാര്യങ്ങളും പുറം കളഞ്ഞിട്ട് നമ്മളെ ബോഡിക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെള്ളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അത് മാത്രമല്ല, അധികം ആളുകൾക്കും വെള്ളത്തിന്റെ ഒരു കുറവ് കൊണ്ട് തന്നെ മൈഗ്രെയിൻ പോലെയുള്ള പ്രോബ്ലംസ് പറയാറുണ്ട്. സോ ഇത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഉള്ള ആളുകൾ, നിങ്ങൾ വെള്ളം ഒട്ടും കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ജസ്റ്റ് കറക്റ്റ് ആയിട്ട് കുടിക്കാൻ നോക്കുക. അപ്പൊ എത്രത്തോളം നിങ്ങൾ വെള്ളം കുടിക്കണം നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും, നിങ്ങൾ മാക്സിമം ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 1-2 ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ ഒറ്റയടിക്ക് 2 ലിറ്റർ കുടിക്കാൻ വേണ്ടിയിട്ട് പോവരുത്. അത് നിങ്ങളുടെ ഹെൽത്തിനെ തന്നെയായിരിക്കും എഫക്ട് ചെയ്യുക. പതുക്കെ പതുക്കെ വെള്ളം കുടിക്കുന്ന അളവുകൾ കാര്യങ്ങളും കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകളാണ്, നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത സമയത്ത് ഡോക്ടർ പറയുകയാണ് നിങ്ങൾക്ക് ഇത്ര വെള്ളം കുടിക്കാൻ പറ്റില്ല. ഇപ്പൊ കിഡ്നി ഡിസീസ് ഉള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഡോക്ടർ പ്രത്യേകം നിങ്ങളെ കൺസൾട്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും ഇത്ര വെള്ളം കുടിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്താണോ പറയുന്നത് അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ല, നിങ്ങൾ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ആയിട്ട് 2 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിക്ക് അത്രത്തോളം ചേഞ്ചസ് ഉണ്ടാവാനും, അതേപോലെ തന്നെ വയറ് സംബന്ധമായിട്ട് കോൺസ്റ്റിപ്പേഷൻ ബുദ്ധിമുട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കും, പക്ഷെ വെള്ളം കാര്യങ്ങളും പ്രോപ്പറായിട്ട് എടുക്കുന്നില്ല എന്നുള്ള ആളുകൾക്ക് കൂടുതലായിട്ടും ഇങ്ങനത്തെ ബുദ്ധിമുട്ട് പറയാറുണ്ട്. സോ വെള്ളം നിങ്ങൾ ഒരു പരിധി വരെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും ഒക്കെ കുറച്ചും കൂടി വെള്ളം കുടിക്കുമ്പോൾ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും വെള്ളം കൊണ്ട് ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ടോ. അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ ചിലപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാം, ചിലപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കാം. ഇവർക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ഇനി പറയുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. രാവിലെ എഴുന്നേറ്റ പാട് തന്നെ നിങ്ങൾ ഫസ്റ്റ് തന്നെ ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഗട്ടിൽ നല്ല എന്താ പറയാ ഗുഡ് ബാക്ടീരിയാസ് ഉണ്ടാവുകയും അതേപോലെ തന്നെ നല്ല ഡൈജഷൻ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ നിങ്ങൾ വെള്ളം കുടിക്കുന്ന സമയത്ത് മാക്സിമം പകല് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. രാത്രി കിടന്നുറങ്ങുന്നതിന് ഒരു 1-2 മണിക്കൂർ മുന്നേ വെള്ളം കുടിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. അതാണ് കുറച്ചും കൂടി നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. രാത്രി ഏകദേശം ഒരു 10-11 മണി കഴിഞ്ഞിട്ടും വീണ്ടും വീണ്ടും വെള്ളം കുടിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടൂല. അപ്പൊ അത് നിങ്ങളുടെ ഉറക്കത്തിനെ എഫക്ട് ചെയ്യും. ഹോൾ ബോഡിനെ അത് പിറ്റേ ദിവസമായിരിക്കും അതിന്റെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട വെച്ചാല് പകല് മാക്സിമം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക. ബാലൻസ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിൽ, ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന സമയത്ത് എന്റെ ബോഡിയിൽ നിന്ന് വെള്ളം നഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ കണ്ണ് ചിമ്മുന്ന സമയത്ത് വെള്ളം നഷ്ടപ്പെടുന്നുണ്ട്, വിയർക്കുന്ന സമയത്ത് വെള്ളം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മളെ ബോഡിക്ക് എന്ന് പറഞ്ഞാൽ വെള്ളം പുറത്തേക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ്, സലാഡ്സ് ഇതൊന്നൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി വെള്ളം കിട്ടും. അതേപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ടും വെള്ളമായിട്ട് കുടിക്കുക. നിങ്ങൾ ചായ അല്ലെങ്കിൽ കാപ്പി പിന്നെ വേറെ എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്ന ആളുകളാണെങ്കിൽ ദയവ് ചെയ്ത് അതിനെ വെള്ളത്തിൽ കൂട്ടാതിരിക്കുക. വെള്ളമായിട്ട് കുടിക്കുന്നതാണ് നമ്മളെ ബോഡിക്ക് ഹെൽത്തി ആക്കിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില്ലറക്കാരനല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ട്രൈ ചെയ്ത് കഴിഞ്ഞ് നല്ല റിസൾട്ട് കിട്ടിയ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിവിടെ കമന്റ് ചെയ്യാം. അങ്ങനെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാല് വെള്ളത്തിന്റെ ഒരു പ്രാധാന്യം എന്താണ് എന്നുള്ളത് വളരെ ഷോർട്ടായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് ബേസ് ചെയ്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് എന്തൊക്കെയാണോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ശ്രീഭദ്ര ഹായ്, ഗുഡ് മോർണിംഗ്. മനോജ് ഹായ്, ബിനു പി എം ഹായ്, പ്രകാശ് ചാക്കു ഹായ്. ഓക്കെ, അപ്പോ ഇന്നത്തെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മള് ഡെയിലി ഈ ഒരു ടൈമിൽ തന്നെ മാക്സിമം വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എനിവേ, താങ്ക് യു സോ മച്ച്. ടാറ്റ ബൈ ബൈ.